ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, കുറേ പെൺകുട്ടികൾ ചോദിക്കാറുണ്ട്, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, പക്ഷേ ആളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയില്ല, ആൾ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ മാറേണ്ടത്, ഇതൊന്നും അറിയില്ല എന്നുള്ളത്. സോ അങ്ങനെ ആരുടെയെങ്കിലും സ്നേഹം നിങ്ങൾ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പിടിച്ചു പറ്റാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറിച്ചെടുക്കുക എന്നുള്ളതൊന്നുമല്ല, പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുക, ഇതാണ് എൻ്റെ സ്വഭാവം എന്നുള്ള രീതിയിൽ നമ്മൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു പെൺകുട്ടിയെ പോലെയൊക്കെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല രസമുണ്ടാവും, അവർ മറ്റേ എൻജോയ് ചെയ്യും. പക്ഷെ പതിയെ പതിയെ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തു വരും. അപ്പോഴായിരിക്കും ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിയൽ ക്യാരക്ടർ അവരുടെ മുമ്പിൽ കാണിക്കാം. നാടകീയമായ രീതിയിലൊന്നും നിങ്ങൾ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആത്മവിശ്വാസം കാണിക്കുക എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള പെൺകുട്ടികളെയാണ്. അതിപ്പോൾ എല്ലാ ആളുകൾക്കും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ടുള്ളവരെയാണ് ഇഷ്ടപ്പെടാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്നുള്ളത് കാണിക്കുക. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ ശരി എന്നാ അത് മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവരോട് പറയുന്നേ വേണം. ആ കാര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ നിങ്ങൾക്ക് കുറവുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുള്ളത് കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഓഫ് കോഴ്സ് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു കേൾവിക്കാരി ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു കേൾക്കാൻ ഒരാൾ എന്നുള്ളതല്ലേ. അതിപ്പോ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരോടും പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിന്റെ വേദനയേക്കാൾ ഇരട്ടി വേദനയാണ് പിന്നെ നമുക്ക് ഉണ്ടാവുക. കാരണം ഉള്ളിലിങ്ങനെ വെച്ച് വെച്ച് ഭാരം കൂടുകയാണ് ചെയ്യുക. ഭാരം കൂടാൻ ഇത് വല്ല സാധനമാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാൾ വലിയ എന്തൊക്കെയോ ഒരു ഭാരമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ വിഷമത്തിൽ ഉണ്ടാവുക. അത് ആരും കേൾക്കാനില്ലെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യം കൂടിയില്ല. നമുക്ക് പിന്നെ ഇരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. കാരണം അതങ്ങനെയാണ്. ഒരു വിഷമം വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്, ഒരാൾ പോലും കേൾക്കാനില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക്. അതുകൊണ്ട് നല്ലൊരു കേൾവിക്കാരി ആയിരിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളത് കേട്ടിരിക്കുക. അവർക്ക് ചിലപ്പോൾ ഒരുപാടൊന്നും പറയാനുണ്ടാവില്ല, കുറച്ചേ പറയാനുണ്ടാവുള്ളൂ. പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരിക്കുന്നതിലാണ് നിങ്ങളോടുള്ള അവരുടെ ഇഷ്ടം ഇരിക്കുന്നത്. അത് മാത്രമാണെന്നല്ല, അതിലും കാര്യമുണ്ട്. സോ ഒരു കേൾവിക്കാരി ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറിയ കെയർ എപ്പോഴും അവരുടെ അടുത്ത് കാണിക്കണം. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അവർക്ക് ഒരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കുക. അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ മിക്ക ബോയ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള എല്ലാ വിഷമവും തുറന്നു പറയില്ല, അങ്ങനെ പറയാൻ മടിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചോദിക്കാം. ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ലെങ്കിൽ ആളെ ഫ്രീ ആയിട്ട് വിടുക. അവരവിടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, ഫ്രീ ആയിട്ട് വിടുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം, അവരുടെ കാര്യം അന്വേഷിക്കാം. ചിലപ്പോൾ പതിയെ പതിയെ അവർ ആ കാര്യം പറയും. എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ, ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഫുഡ് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കെയറിങ് നിങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും ഒരു സ്മൈല് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് ഭയങ്കര സമാധാനം കിട്ടുക എന്നുള്ളതാണ്. അതായത് ആരോട് ചോദിച്ചാലും അവർ പറയാ കുറച്ചൊരു സമാധാനം കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാവാം. കാരണം അവരൊന്ന് ഫ്രീ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടതും സമാധാനമാണ്. പോസിറ്റീവ് വൈബ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരൊന്ന് പുറത്തു പോകുന്ന സമയത്ത് ഒന്ന് ചിരിക്കുക. അവർ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് ദേഷ്യം കാണിച്ചിരിക്കാണ്ട് ഒരു സ്മൈല് എപ്പോഴും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാക്കുക. ആദ്യമായിട്ട് നിങ്ങൾ അവരെ കാണുമ്പോൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ വർക്കിന് പോകുന്നു, അപ്പോൾ നിങ്ങളൊന്ന് സ്മൈൽ എന്തായാലും ഉണ്ടാവണം. ദെൻ അവർ വൈകിട്ട് വരുന്ന സമയത്തും ഒരു ചിരി ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാനുണ്ടെങ്കിൽ, വിഷമങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കുറച്ച് സമയം അവരൊന്ന് ഫ്രീ ആയിരുന്നതിന് ശേഷം മാത്രം ചെയ്യുക. അതല്ലാണ്ട് വരുന്ന സമയത്ത് തന്നെ മുഖം വീർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനേക്കാൾ വെറുപ്പ് വേറെ ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുന്ന സമയത്ത്, മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങൾ ഒരു ദേഷ്യം കാണിക്കരുത്. പോസിറ്റീവ് വൈബ് ഉണ്ടാവണം. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ ആഗ്രഹിക്കും നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നുള്ളത്. അപ്പം അതിനുള്ള ഓരോരോ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം അത്തരത്തിൽ പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു ആൺകുട്ടിക്ക്
നിങ്ങളോട് അട്രാക്ഷൻ തോന്നും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് അവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, സോ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ അവരുമായിട്ടൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആക്കുക. എന്നിട്ട് നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്ത് നോക്ക്. അവരൊരിക്കലും നിങ്ങളെ റിജക്റ്റ് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഒടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്